السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله. قال النبي صلى الله عليه وسلم: من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسول الله صلى الله عليه وسلم. അൽഹംദുലില്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെയും ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു വരുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ എല്ലാവിധ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മൾ ഒരുപാട് ആൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല നിലക്കുമുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. എല്ലാവർക്കും ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെയും ഇൽമിൻ്റെയും ബറക്കത്ത് കൊണ്ട് ഖൈറായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ 1-ലാണ് നാം നിലകൊള്ളുന്നത്. നമ്മൾ ഓരോരുത്തരും പല രൂപത്തിലാണ് സമയങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. രാവിലെ ഇന്ന രൂപത്തിൽ, ഉച്ചയ്ക്ക് ഇന്ന രൂപത്തിൽ, വൈകുന്നേരം ഇന്ന രൂപത്തിൽ എന്നിങ്ങനെ ഓരോ നിശ്ചിതമാക്കപ്പെട്ട സമയത്തിൽ പല നന്മകളും ചെയ്യാൻ ഉദ്ദേശിച്ചവരാണ് അല്ലാഹു തആല. ആ രൂപത്തിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് വളരെ പവിത്രമാണ്. കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പട്ടിണി കിടക്കലല്ല നോമ്പ്. അതിൻ്റെ എല്ലാവിധ മര്യാദകളും ആദാബുകളും പാലിച്ചുകൊണ്ട് നോറ്റെങ്കിൽ അത് കൃത്യമായിട്ട് നോമ്പാവും. വെറും പട്ടിണി കിടക്കൽ കൊണ്ട് നോമ്പ് ആവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തെ വിശേഷിപ്പിച്ചത് നന്മകൾ ഇരട്ടിയാകുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ അവസാന ദിവസം അവിടുന്ന് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. അത് നമ്മൾക്ക് വളരെയേറെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല, സ്വഹാബത്തുൽ കിറാമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തനബി തങ്ങൾ വളരെ സഗൗരവത്തോടു കൂടി വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തെപ്പറ്റി വിശദീകരിച്ചു. ഖത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. ഫി ആഖിരി യൗമി ശഅബാൻ, ശഅബാൻ്റെ അവസാന ദിവസം. അപ്പോൾ സഹാബത്തുൽ കിറാം ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വരുന്ന റമദാൻ്റെ മഹത്വത്തെ പറ്റി ഇങ്ങനെ വിശദീകരിക്കുക. ഫഖാല അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് അദല്ലക്കും ഷഹ്റുൻ അദീം, മഹത്തമായ റമദാൻ മാസം ഇത് നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട മാസമാണ്. അതിനെ വലിയ രൂപത്തിൽ തന്നെ ബഹുമതി കൽപ്പിച്ചുകൊണ്ട് അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിൽ സന്തോഷിക്കുമാണ്. റമദാൻ വന്നു കഴിഞ്ഞാൽ പല ആളുകളും എന്താവാറുണ്ട്, ഒരു ടെൻഷനാണ്. ഇനി തറാവി നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പല ആൾക്കാർക്കും ടെൻഷനാണ്. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരാൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ, റമദാൻ്റെ ആഗമനത്തോടു കൂടി ഒരാൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഹറമല്ലാഹു ജസദുഹു അലന്നാർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നരകം അവൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. ആ സന്തോഷിച്ചതിൻ്റെ പേരിൽ, ഈ പവിത്രമാക്കപ്പെട്ട മാസത്തെ ആദരിച്ചതിൻ്റെയും ബഹുമാനിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മറ്റുള്ള ഇതര മതസ്ഥയിൽപ്പെട്ട ആളുകൾ പോലും പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം ലഭിക്കാൻ കാരണമായിട്ടുണ്ട് ഈ റമദാനെ ബഹുമാനിച്ചതുകൊണ്ട് എന്നത് ചരിത്രത്തിലുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അദല്ലക്കും ഷഹ്റുൻ അദീം, ഓ ഷഹ്റുൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട മാസമാണ് കേട്ടോ. മാത്രമല്ല, ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിനൽ അൽഫി ശഹ്ർ, ഈ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. അത് 1000 മാസങ്ങളെക്കാളും പവിത്രമാണ്. ആ ഒരു രാത്രി കിട്ടിയാൽ തന്നെ അവൻ്റെ ജീവിതം ധന്യമാണ്. കാരണം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അങ്ങനെ 1000 മാസങ്ങൾ ഇബാദത്ത് ചെയ്ത, നന്മ ചെയ്ത പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിപരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുപോലെ തന്നെ ജഅലല്ലാഹു സിയാമഹു ഫരീദ, പവിത്രമാക്കപ്പെട്ട റമദാനിലുള്ള നോമ്പ് നിർബന്ധമാണ്. അപ്പോൾ നോമ്പൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നവരാണ്. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് വയറിന് മാത്രമല്ല നോമ്പ്, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും എന്തുണ്ട്, നോമ്പുണ്ട്. അപ്പോൾ ആ അവയവങ്ങളുടെയൊക്കെ നോമ്പ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. മോശപ്പെട്ടത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടൊന്നും നമ്മുടെ അവയവങ്ങളുടെ നോമ്പുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്താവണം, നമ്മുടെ നോമ്പ് കൃത്യമായി കൊണ്ട് നോറ്റുവീട്ടേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പല ആളുകളും വെറുതെ പട്ടിണി കിടക്കുക എന്ന് മാത്രം
ഉള്ളൂ. കാരണം അവർ മറ്റുള്ള അവയവങ്ങളെ കൊണ്ട് ആ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ജഅലല്ലാഹു സിയാമ ഫരീദ, റമദാൻ മാസത്തിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. വഖിയാമ ലൈലഹു തതബ്ബുഅ, രാത്രിയുള്ള സുന്നത്ത് നിസ്കാരം, തറാവീഹ് നമസ്കാരം അത് സുന്നത്താണ്. നമ്മളൊക്കെ തറാവി നിസ്കരിക്കുന്നവരാണ്. തറാവി നിസ്കാരിക്കൽ മൻ ഖാമ ഫി റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വളരെ ആകാംക്ഷയോടുകൂടി വളരെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈമാനോടുകൂടിയും ഒരാൾ തറാവി നിസ്കരിച്ച് അവൻ്റെ മുൻകാല പാപങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തറാവി ആ രൂപത്തിലാവണം. ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു കർമ്മം നിർവഹിക്കുക എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ബാധ്യത എന്ന നിലയ്ക്ക് അതിങ്ങനെ ചെയ്ത് കൂട്ടുക. അതല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ തറാവി നിസ്കരിച്ചില്ല എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കുക. അതൊന്നും ഈമാനോടുകൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കണം നമ്മുടെ തറാവിഹ് നമസ്കാരങ്ങൾ. നമ്മളാവട്ടെ നമ്മുടെ മക്കളാവട്ടെ ആ രൂപത്തിലേക്ക് തന്നെ എന്താവണം, ഒരു ഇടങ്ങേറ് പിടിച്ചുകൊണ്ടുള്ള നിസ്കാരം എന്ന രൂപത്തിലാവരുത്. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ തറാവി നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് നാം ശ്രദ്ധിക്കണം. മുത്തനബി പറയാണ്, വഖിയാമ ലൈലഹു തതബ്ബുഅ, രാത്രിയിലെ സുന്നത്ത് നിസ്കാരം, തറാവിയ നമസ്കാരം നിങ്ങൾക്ക് സുന്നത്താണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യം കൊണ്ട് വന്നാൽ, ഒരു സുന്നത്തായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, കാന കമൻ അദ്ദ ഫരീദത്തൻ ഫീമാ സിവാഹു, മറ്റുള്ള മാസങ്ങൾ ഒരു ഫർള് ചെയ്ത കൂലിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത്. ഒരുപാട് സുന്നത്തുകളുണ്ട്, അതൊക്കെ ചെയ്യേണ്ട മാസമാണ് റമദാൻ മാസം. ഒരുപാട് സുന്നത്തുകൾ. എന്തിനേറെ നമ്മൾ ധരിക്കുന്ന ചെരുപ്പിൽ ആദ്യം വലത്തേക്കാല് ധരിക്കണം, ഊരുമ്പോൾ ഇടത്തേക്കാല്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല്, വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങളുണ്ടോ അതൊക്കെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണെങ്കിൽ അത് ഫർദിൻ്റെ കൂലിയായിക്കൊണ്ട് അല്ലാഹു തആല മാറ്റപ്പെടുകയാണ്. അത് മറ്റുള്ള മാസങ്ങൾ ഫർദ് ചെയ്ത കൂലിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ അല്ലാഹു തആല നമുക്ക് രേഖപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനെ വിശദീകരിച്ചു കൊടുക്കണം. ഇനി വമൻ അദ്ദ ഫീഹി ഫരീദത്തൻ കാന കമൻ അദ്ദ 70 ഫരീദത്തൻ ഫീമാ സിവാ, ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒരു ഫർളായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റു മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലിയായിക്കൊണ്ട് അല്ലാഹു തആല എന്താണ് കണക്കാക്കപ്പെടണം. അപ്പോൾ ഒരു ഫർദിൻ്റെ കൂലി എത്രയാണ്, സുന്നത്തിൻ്റെ കൂലി എത്രയാണ്, വെവ്വേറെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷഹ്റുസ്സബർ, ക്ഷമയുടെ മാസമാണ് റമദാൻ. ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. പട്ടിണി കടന്നുകൊണ്ടും ദാഹം ക്ഷീണിച്ചുകൊണ്ടും അതുപോലെ തന്നെ മോശപ്പെട്ട് നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ടും നന്മകളൊക്കെ അധികരിപ്പിച്ച് ചെയ്തുകൊണ്ടൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നേറേണ്ടതായ ഒരു മാസമാണ്. അപ്പോൾ ക്ഷമയുടെ മാസമാണ്. നന്നായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും റമദാൻ നിങ്ങൾ എന്താ ക്ഷമിക്കണം. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം എന്താ, അൽ ജന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വശഹുറുൽ മുവാസമ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ട മാസമാണ്. അങ്ങോട്ടില്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ പരസ്പരം ഏത് വിഷയത്തിൽ നല്ല സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട മാസമാണ്. മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട മാസമാണ്. നമുക്കറിയാം ഇന്നത്തെ കിറ്റ് സമ്പ്രദായം മറ്റുള്ളവരെ പാവങ്ങൾക്കൊക്കെ അവരെ കണ്ടുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ നോമ്പ് തുറക്കാൻ അല്ലെങ്കിൽ ഒരു മാസത്തെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഇന്ന് നമ്മൾ പല ആളുകളും കൊടുക്കാറുണ്ട്. അല്ലാഹു തആല അതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ നോമ്പ് തുറക്കുന്നതിലുപരി നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന വലിയ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നരകമോചനവും അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ആ നോമ്പ് തുറപ്പിക്കൽ കൊണ്ട് അവനക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിക്കുന്ന നബിയെ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഞങ്ങൾ നോമ്പ് തുറക്കാനൊന്നും ഞങ്ങൾക്കില്ല നബി, ഞങ്ങൾ തുറപ്പിക്കാനൊന്നും ഞങ്ങൾ കൈവശമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഫഖാല, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ഫത്തറ സോഇമൻ അലാ തംറത്തിൻ ഔ ശുർബത്തിൻ മൈൻ ഔ മദഖത്തിൽ ലബൻ, നിങ്ങളൊരു ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ പാല് കലക്കിയ വെള്ളം കൊണ്ട് നിങ്ങൾ എന്താവുക നോമ്പ് തുറപ്പിക്കണം. ഇതിനൊക്കെ വലിയ പ്രതിഫലമാണ് എന്ന് സ്വഹാബത്തുൽ കിറാമിനെ പഠിപ്പിക്കുക. ഇത്ര വിപുലമായിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന സാധിക്കുന്ന രൂപത്തിൽ നോമ്പ് തുറപ്പിച്ചാൽ പ്രതിഫലങ്ങൾ കിട്ടും. ഓഷറും അബ്ബുലുഹുർ റഹ്മ, ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെയും, വൗസത്തു മഗ്ഫിറ, രണ്ടാമത്തെ മഗ്ഫിറത്തിൻ്റെയും, വആഖിറു തുഖ്മിനാർ, അവസാന നരകമോചനത്തിൻ്റെ 10 റസൂലുള്ളാഹി തങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഫലങ്ങളൊക്കെ ഉള്ള
പരിശുദ്ധമാക്കപ്പെട്ട മാസം ഇതാ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് നബി തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന് വിശദീകരണം അല്ലാഹു തആല കൃത്യമായിക്കൊണ്ട് ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ ഒരുപാട് നന്മകളുമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.